ഇന്ന് ഞാനിവിടെ മകയിരം നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മകയിരം നാളിൽ ജനിച്ച ആളുകൾ അധികവും നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിട്ടാണ് പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ഒരു കാര്യത്തിൽ ഇടപെട്ടാലും ഇവരുടെ ഒരു കർമ്മ പരിധിയിലൊന്നും ഇവർ കൊണ്ടുവരാറില്ല. കാര്യം ഇവർക്ക് ഏതൊരു കാര്യവും അസാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. ഇവരുടെയൊക്കെ കുട്ടിക്കാലം വളരെയേറെ ദുഃഖാവസ്ഥ നിറഞ്ഞത് തന്നെയായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഏത് കാര്യത്തിലും ഇവർക്ക് ഒരു സംശയകരമായ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. അത് ചെയ്താൽ കൊള്ളാമോ, ഇത് ചെയ്താൽ കൊള്ളാമോ, ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്ത. ഒരിടത്ത് ജോലിക്ക് പോയാലും അത് എനിക്ക് ശരിയാകുമോ എന്നുള്ള ഒരു ഇരട്ട മനോഭാവം ഇവർക്കുണ്ടാകും. ഇവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ സൗഹൃദങ്ങളൊക്കെ ഇവർക്ക് വളരെയേറെ ഇഷ്ടകരമായ വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് ഇവർക്ക് അസാമാന്യമായ ഒരു ആത്മാർത്ഥ മനോഭാവം എപ്പോഴും ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നല്ല സന്തോഷകരമായി ഇരിക്കുവാനാണ് ആഗ്രഹിക്കുക. ഇവരൊക്കെ തന്നെ മകയിര നക്ഷത്രക്കാര് കൂട്ടുകെട്ടുകള്, കൂട്ട് ബിസിനസ്സുകൾ, മറ്റൊരാളിലേക്ക് വിശ്വാസം അർപ്പിക്കേണ്ടി വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണെങ്കിൽ വളരെയേറെ സൂക്ഷിച്ചു മാത്രമേ അത് പാടുള്ളൂ എന്നതാണ്. ചെയ്യുന്ന പല സംഗതികളും ഇവർക്ക് പിന്നീട് ദുഃഖാവസ്ഥ ഉണ്ടാക്കുമെന്നുള്ളതും അതിനാൽ തന്നെ പിന്നീട് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യവും ഇവർക്ക് ഉണ്ടാകും. ഇവർ ഇവരോട് ആരെങ്കിലുമൊക്കെ ഒരു വിശ്വാസ വഞ്ചന കാട്ടിക്കഴിഞ്ഞാൽ അവരോട് വളരെയേറെ നയപരമായി ഇടപെട്ട് ആ കാര്യത്തെ അനുകൂലമാക്കുവാനുള്ള ഒരു മനോഭാവവും ഇവർക്ക് എപ്പോഴും ഉണ്ടാക്കും. അതുപോലെ തന്നെ വലുതായ ആഡംബരങ്ങളൊന്നും ഇവർ ആഗ്രഹിക്കില്ല. ലളിതപരമായ ആദർശത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഇവർ നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർക്ക് എപ്പോഴും ഒരു നിസ്വാർത്ഥമായ ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം അഭിപ്രായങ്ങൾ, അതായത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും മാത്രമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുകയുള്ള. അഥവാ മിതമായ ചിലവുകളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഇവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ നല്ല ആദർശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അത് ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇവർക്ക് എപ്പോഴും ഉണ്ട് തന്നെയാണ്. പലപ്പോഴും തന്നെ ഇവരുടെ അമിതമായ പണം ചിലവാക്കൽ കാരണം പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും നിരവധി തവണ ഇവർക്ക് ഉണ്ടായി വരികയും പലപ്പോഴും അത് വലുതായ ബാധ്യതകളിൽ കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇവർക്ക് വരവിൽ കവിഞ്ഞ ചിലവ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്കുള്ള സഹായ മനോഭാവം തന്നെയാണ് ഇവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്നത് തന്നെയാണ്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് 1 രൂപ എടുക്കാൻ കയ്യിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ 10 രൂപ ഇരുന്നാൽ പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരത് ചിലവാക്കുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നന്മയായിട്ട് കണക്കാക്കുവാൻ കഴിയുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ ഇവർ നന്നായി ഇരുന്ന് കേൾക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും തന്നെ ഇവർ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം ഇവർക്ക് ആരെയും വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരെ എല്ലാവരും പറ്റിക്കുന്ന എന്ന ഒരു ചിന്താഗതി ഇവരിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ആരെയും വിശ്വസിക്കാനുള്ള ഒരു ഇഷ്ടം സ്വയമേ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇവരുടെ ആ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് ആരും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്ന ആ ഒരു ചിന്ത തന്നെയാണ് ഇവരെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതും. ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല ഒരു കാലം ഉണ്ടാവണമെങ്കിൽ ഏതാണ്ട് 32 വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 32 ശേഷം ഇവരുടെ സ്വന്തമായ അധ്വാനത്തിലൂടെ മാത്രമായിരിക്കും ഇവർക്ക് ഓരോ കാര്യങ്ങളും നേടുക എന്നുള്ളത്. അതുവരെ ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങളിലൂടെ മാത്രമായിരിക്കും, കഷ്ടനഷ്ടങ്ങളും കടബാധ്യതകളിലൂടെ ആയിരിക്കും ഇവരൊക്കെ സഞ്ചരിക്കുക എന്നുള്ളത്. അതുപോലെ ഇവർക്ക് മനസ്സമാധാനം എപ്പോഴും കുറവുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഇവർക്ക് വന്നു പോയാൽ ഇവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവർക്കൊക്കെയും തന്നെ സഹോദരങ്ങളുമായി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. കാരണം അവരെ കൊണ്ട് യാതൊരുവിധ ഗുണവും ഇവർക്ക് ലഭിക്കുകയുമില്ല. എന്നാൽ ജീവിതത്തിൽ ഇവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന രീതിയിൽ അവരിൽ നിന്നുമുള്ള ചില പ്രവർത്തനങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ആരോഗ്യത്തെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് അല്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഒപ്പം ആരെങ്കിലും കൂടെ കൂട്ടി ഭക്ഷണം കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും തന്നെയാണ്. മറ്റൊരാൾ വിശന്നിരുന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കഴിക്കണം എന്ന ചിന്ത ഇവരുടെ ആ ഒരു നല്ല മനോഭാവത്തെയാണ് കാട്ടുക.
എന്നാലും ചിലപ്പോൾ അനാവശ്യമായ ചില കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ ഒക്കെ വന്നിട്ട് ഇവർക്ക് ഒരുപാട് മാനഹാനിക്കൊക്കെ ഇടവരുന്നതും അതുപോലെ പിന്നെ കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ ഇടയാകുന്ന സാഹചര്യങ്ങളൊക്കെയും പലപ്പോഴും ഉണ്ടാവുകയും തന്നിമിത്തം തന്നെ അവരൊക്കെ പശ്ചാത്തപിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇവർ ഒറ്റപ്പെട്ടു പോകാറുള്ളതാണ് എപ്പോഴും കണ്ടുവരാറുള്ളത്. 33 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് നിലച്ചിരിക്കാതെയുള്ള പല നന്മകളും അതുപോലെ തന്നെ ഇവർക്ക് ശാശ്വതമായ ഒരു നിത്യമായ ഒരു ജീവിത സൗകര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യം 33 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് കിട്ടുമെന്നുള്ളതും ഒരു വസ്തുത തന്നെ. കാരണം ആ സമയം കൊണ്ട് തന്നെ ഇവരുടെ ഒരുപാട് നന്മ തിന്മകളെ തിരിച്ചറിയുകയും എവിടെയാണ് പിഴച്ചതെന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിൽ ശരിയായ ഒരു നിയന്ത്രണം വച്ച് പുലർത്തിയാൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുവാൻ പറ്റുകയും ചെയ്യും. എന്നാൽ ആ ചിന്താഗതികളില്ലാതെ എപ്പോഴും മറ്റുള്ളവരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യത ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് നടക്കാറില്ല എന്നത് തന്നെയാണ് യഥാർത്ഥമായ ഒരു കാര്യം. ഇവർ എപ്പോഴും സ്വതന്ത്രമായ ചിന്താഗതികളോടുകൂടി നടക്കുന്നവർ തന്നെയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് കേട്ടാലും അതൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം ബുദ്ധി എന്തു പറയുന്നുവോ അത് മാത്രമായിരിക്കും ഇവരൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവര് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ അവയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ പിന്മാറി അത് ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ നടത്തുന്ന ഒരു പ്രവണതയും ഇവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ജോലി വേണ്ട എന്ന് പറയുമെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ വാഹനവും ഓടിച്ചു വരുന്ന ആൾക്കാരെയായിരിക്കും കാണുവാനായിട്ട് കഴിയുക. കാരണം ഇവർക്കാരെയും പിണക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഇല്ല എന്നത് തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെയൊക്കെ ഭാര്യ ഒക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഇടയ്ക്ക് വരുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുമെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകും. കാരണം ഈ പറയുന്ന മകയിര നക്ഷത്രക്കാരന്റെ ആ സ്വഭാവമായിരിക്കില്ല ഭാര്യയ്ക്ക്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്ക മനോഭാവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇദ്ദേഹം പറയുന്ന ഒരു നല്ല കാര്യത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ തർക്കങ്ങൾ ഉടലെടുക്കുകയും അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ വരികയും ചെയ്യും. എന്നാലും ഇവരൊക്കെ അതൊക്കെ തന്നെ അവഗണിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. കാരണം കുടുംബം പിരിയുവാനായിട്ട് ഇവർക്ക് ഒരിക്കലും ഇഷ്ടമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഭാര്യ വിവാഹം എന്നുള്ളത് ഇവർക്ക് വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ അവരിൽ നിന്നൊക്കെ ഒരല്പം ഐശ്വര്യവും സമ്പത്തും ഒക്കെ കിട്ടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഈ നക്ഷത്രക്കാരൊക്കെ പൂർണ്ണമായും നല്ല ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇവർക്ക് എപ്പോഴും അടിയുറച്ച ഒരു ആത്മവിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസത്തിലും അധിഷ്ഠിതമായ മാത്രമായിരിക്കും ഇവരുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും എന്നുള്ളത് വളരെയേറെ സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ളവരിൽ നിന്നും യാതൊരുവിധ സഹായ സഹകരണങ്ങളൊന്നും ഇവർക്ക് കിട്ടുവാനുള്ള സാധ്യതകളും ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ അമ്മയുടെ അനുഗ്രഹ ആശിസ്സുകൾ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതും ഒരു സത്യമാണ്. എന്നാൽ ചിലർക്കൊക്കെയും ഒരു 10-12 വയസ്സൊക്കെ ഉള്ള ഒരു കാലഘട്ടങ്ങളിലൊക്കെ സ്വന്തം മാതാവിനൊക്കെ പിരിയേണ്ട സാഹചര്യവും പലർക്കും ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഇവർക്ക് ചെറുതായ എന്തെങ്കിലുമൊക്കെ കച്ചവടം സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിലൊന്നും ഇവർക്ക് വലുതായ ഗുണങ്ങളൊന്നും ലഭിക്കുവാനുള്ള ഒരു സാഹചര്യത്തെ കാണുന്നില്ല. അത് ഇവർക്ക് എപ്പോഴും അതിനാൽ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരികയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്ക് ഉണ്ട് തന്നെയാണ്. ഇവർക്ക് ഏതാണ്ട് ഒരു ഇടത്തരം നിലവാരത്തിൽ നിൽക്കപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലുതായ രീതിയിൽ ഉന്നതപരമായ രീതിയിൽ എത്തുവാനും കഴിയും. എന്നാൽ ആ ഒരു സാഹചര്യത്തെ ഉണ്ടാക്കണമെങ്കിൽ ഇവർ കടബാധ്യതകളിലൂടെ ആവരുത് അങ്ങനെ ഒരു സംരംഭമൊക്കെ തുടങ്ങുവാനായിട്ട്. 50,000 കയ്യിലുണ്ടെങ്കിൽ 10,000-ന് തുടങ്ങി അതിനെ 50,000-ത്തിലേക്ക് നല്ല ഉന്നതമായ നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വലുതായ ഒരു വിജയം കരുതിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആണെങ്കിൽ നല്ല മാന്യതയും നല്ല ഐശ്വര്യവും നല്ല സ്വഭാവ ഗുണവും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെയേറെ ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവർ കരുതി വയ്ക്കുവാനുള്ള ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് സ്വർണമാവാം, പണമാവാം, എന്തെങ്കിലും ഒരു വസ്തു ഇവർക്ക് എപ്പോഴും ഒരു ശേഖരണം ഉണ്ടാവണമെന്ന് സ്ത്രീകളൊക്കെയും ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെയേറെ സൗമ്യ രൂപത്തിലായിരിക്കും. ആരോടും പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ഒന്നും പറയുന്ന സ്വഭാവം ഈ മകയിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളത് കൂടി നല്ലൊരു കാര്യമായി കരുതാം. അതുപോലെ തന്നെ ഇവരുടെ
ശരീരങ്ങളൊക്കെ തന്നെ ആണെങ്കിലും നല്ല ശുചിയായി നല്ല ശുദ്ധീകരിച്ചൊക്കെ വെക്കുക. എപ്പോഴും ഈ അലസമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഇവർക്ക് എപ്പോഴും വൃത്തി എന്നുള്ള കാര്യം വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിസാരമായ എന്തെങ്കിലും കാര്യത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാക്കുകയും ഇവരുടെ ഒരു സ്വഭാവം തന്നെയാണ്. നിസ്സാരമായ കാര്യമാണെങ്കിൽ തന്നെ അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിനെ ബാധിക്കാത്ത രീതിയിലൊക്കെ മറ്റുള്ളവർ ഇടപെടുകയാണെങ്കിൽ അവർ സ്വന്തം ജീവൻ പോലും പറിച്ചു തരുവാൻ കഴിവുള്ള ആ ഒരു വ്യക്തികളായിട്ട് തന്നെ ഭവിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് കച്ചവടങ്ങളൊക്കെ ആരംഭിക്കുവാൻ ഉള്ള ഈ ഒരു നക്ഷത്രത്തെ കൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു ദിവസം കണ്ടെത്തണമെങ്കിൽ ഈ നക്ഷത്രത്തിലൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ വിവാഹം, യാത്ര പോകുക, വീട് നിർമ്മാണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു നക്ഷത്രം വളരെയേറെ നല്ല ഒരു നക്ഷത്രം തന്നെയാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് ചൊവ്വയുടെ ദശാകാലമാണ് ആദ്യമായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ചൊവ്വ ദശാകാലമാണ് ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് തുടങ്ങുക എന്നുള്ളത്. അതായത് അതിനെ കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് രാഹു ദശ വരും, വ്യാഴദശ വരും, ശനി ദശ, ബുധൻ ദശ, കേതു ദശ, ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങളൊക്കെയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഹു ദശ വരികയാണെങ്കിൽ ആ ജാതകത്തിൽ 18 വർഷക്കാലം ആ വ്യക്തിക്ക് രാഹു ദശ ഉണ്ടാവും. ഈ ഒരു സമയത്തിൽ ഇവർക്കൊക്കെ തന്നെ രണ്ട് ചിന്താഗതി ഉള്ള ഒരു സ്വഭാവമായിരിക്കും. അതായത് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പോകണമോ വേണ്ടയോ എന്നുള്ള ചിന്ത. എന്ത് കാര്യവും രണ്ട് ചിന്തകൾ ഇവരിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അത് ഇവരായിട്ടുണ്ടാകുന്നതല്ല, രാഹുവിൻ്റെ ആ ഒരു പ്രവർത്തനം തന്നെയാണ്. അതുപോലെ വ്യാഴദശ എന്ന് പറയുന്നത് രാഹുദശ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ 16 വർഷക്കാലം വ്യാഴന്റെ ഒരു അപകാരകാലമാണ്. അപ്പോൾ ഒരു 5 വർഷക്കാലമൊക്കെ വ്യാഴൻ വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതും മനസ്സിലാക്കാം. ഈ സമയത്ത് നല്ല ജോലി ലഭിക്കും, ഒരുപാട് കോൺട്രാക്റ്റുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യമാണ്. ശേഷം 19 ആണ്ടുകാലം ശനിദശയാണ്. ആ ഒരു ശനിദശയിലും ശനി ഭഗവാൻ 5 ആണ്ടുകാലം ആദ്യത്തെ 3 വർഷക്കാലം നല്ലത് പ്രദാനം ചെയ്യുകയും പിന്നീട് വരുന്ന അപഹാര ഗ്രഹങ്ങളൊക്കെയും മോശം പ്രദാനം ചെയ്യുകയും എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ ശേഷം വരുന്ന ബുധൻ ദശ 17 വർഷക്കാലമാണ്. അപ്പോൾ ഈ 17 വർഷക്കാലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 വർഷം തന്നെയാണ് ബുധനും ഒരു വ്യക്തിക്ക് നന്മ പ്രദാനം ചെയ്യുക. ആ സമയങ്ങൾ വളരെയേറെ നല്ല ഒരു ഫലം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് അറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ വളരെയേറെ നല്ല ഗുണകരമായ ഉയർന്ന ജീവിതമൊക്കെ ഇവർക്ക് ലഭിക്കും. ബുധൻ ദശ കഴിഞ്ഞു വരുന്നത് കേതുർ ദശയാണ്. അതായത് ആ വ്യക്തി അതുവരെ എന്തൊക്കെ നേടിയിരുന്നോ അതെല്ലാം സീറോയിലേക്ക് കൊണ്ടെത്തിച്ച് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യവും വരുന്നു എന്നതാണ്. അപ്പോൾ അതൊക്കെ കടന്നു വരുമ്പോഴേക്കും വയസ്സൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കിയാൽ വളരെയേറെ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ മകയിര നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കുമ്പോൾ ഉണർദം, ആയില്യം, പൂരം, മകയിരം, ഇടവക്കൂറിനാണെങ്കിൽ മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെ ഉള്ള നക്ഷത്രങ്ങളും, മിഥുനക്കൂറാണെങ്കിൽ ഉത്രാടത്തിന്റെ അവസാനത്തിലെ പാദങ്ങളും, തിരുവോണം, അവിട്ടം എന്നിങ്ങനെ നക്ഷത്രങ്ങളൊക്കെയും വളരെയേറെ പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം. പണം സംബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും അവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളാണെങ്കിലും ഒക്കെ വളരെയേറെ കരുതലോടുകൂടി മാത്രമായിരിക്കും ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ദശാകാലത്തിലൊക്കെ എന്തൊക്കെ കർമ്മങ്ങളാണ് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വ്യാഴദശ വരുമ്പോഴും ബുധൻ ദശ, ശുക്രദശ എന്നിവയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നത് വളരെയേറെ ഗുണകരമായ ഒരു നല്ല ഫലത്തെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കണം. വ്യാഴദശയിലെ വ്യാഴ ഭഗവാന്, അതുപോലെ ബുധൻ ദശയിലെ ബുധൻ ഭഗവാനും ഭഗവാന് ശുക്രദശയിലുമൊക്കെ ഇതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും അർച്ചനകളൊക്കെ നടത്തുന്നതും വളരെ നല്ല മാറ്റങ്ങളൊക്കെ ഇവർക്ക് നൽകും. അതുപോലെ തന്നെ ചൊവ്വ ഭഗവാനെ, ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണപരമായ നല്ല ഫലത്തെ നൽകും. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രത്തിലൊക്കെ മുരുകനെ പോയി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് വ്രതമെടുക്കുന്നതും ഒക്കെ വളരെയേറെ നല്ല ഫലമൊക്കെ നൽകും എന്ന് തന്നെയാണ്. ഇവിടെ ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം വ്രതം ആചരിക്കുക ശ്രീമുരുകന്. മറ്റു ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വളരെയേറെ പ്രാധാന്യങ്ങളൊക്കെ നൽകാം. എന്നിരുന്നാൽ തന്നെയും ചൊവ്വ ഭഗവാനെ നിത്യേന പൂജിക്കുക എന്നത് തന്നെയാണ് എനിക്ക്
പറയുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ഷർട്ട് ധരിക്കാം, ചുരിദാർ ധരിക്കാം, സാരി ധരിക്കാം, എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു കർച്ചീഫ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ സൂക്ഷിക്കുന്നത് വളരെയേറെ നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ചുവന്ന കല്ലുള്ള മോതിരം, കമ്മൽ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ധരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മകയിരത്തിന്റെ ഇടവക്കൂറുകാരാണെങ്കിൽ നിങ്ങൾ ശുക്രഭഗവാനെയും, മിഥുനക്കൂറുകാരാണെങ്കിൽ ബുധഭഗവാനെയും പ്രീതിപ്പെടുത്തുന്നത് വളരെയേറെ നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അതിഥി ദേവത ആരാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഭഗവാനാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആ ഒരു ദൈവം ചന്ദ്രഭഗവാനെ നിത്യേന സ്മരിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഓം ചന്ദ്രമസേ നമഃ എന്ന മന്ത്രം നിത്യേന നിങ്ങൾക്ക് ഇഷ്ടമുള്ള തവണ ഉരുവിടുക, നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. നിങ്ങളുടെ നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് പാമ്പ് ആണ്. അതുപോലെ തന്നെ വൃക്ഷം കരിങ്ങാലി വൃക്ഷവും, നിങ്ങളുടെ ഗണം ദേവഗണവുമാണ്. അതുപോലെ തന്നെ യോനി എന്ന് പറയുന്നത് സ്ത്രീയോനിയും, പക്ഷി എന്ന് പറയുന്നത് പുള്ളുമാണ്, ഭൂതം എന്ന് പറയുന്നത് ഭൂമിയുമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ വീഴ്ചകൾ ഉണ്ടാവാം, സ്റ്റെപ്പിൽ നിന്നും വീഴാം, വീട്ടിൽ തന്നെ കാല് തട്ടി വീഴാം, കാല് തട്ടി മുറിയാം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പലപ്പോഴായിട്ട് സംഭവിക്കുമെന്നുള്ളത് കൂടി ഒരു വസ്തുത തന്നെയാണ്. പെട്ടെന്ന് ചില കുഴികളിലൊക്കെ കിടങ്ങുകളിലൊക്കെ പോയി വീഴുക, വണ്ടിയൊക്കെ ഓട്ടിച്ച് പോകുമ്പോൾ ചെന്ന് വീഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സംഭവിക്കും ഈ ഭൂമി സംബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ആ ഒരു നക്ഷത്രം പറയുന്നത്. ഇതാണ് നിങ്ങളുടെ പൂർണ്ണമായ ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയങ്ങളെയൊക്കെ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയേറെ നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതിൻ്റെതായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. ഇനിയും കുറേ കൂടി കാര്യങ്ങൾ 2 പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും. ശുഭം.